ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, ഈ പ്രതിപക്ഷ നിരയിലെ ഒരു അനൈക്യം അതിപ്പോൾ ശക്തമാവുകയാണോ? തീർച്ചയായിട്ടും ഇത് ഈ ഇന്ത്യ മുന്നണി തീർത്തും തകർന്നു. ഒന്നാമത് കിരൺ ബാബു, ഈ രാഹുൽ ഗാന്ധി ഇപ്പം മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ പോലത്തെ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ഒരു കഴിവുള്ള നേതാവേയല്ല രാഹുൽ ഗാന്ധി. ഇപ്പൊ തമിഴ്നാട്ടിൽ നോക്ക്, എന്തുമാത്രം ചെറ്റത്ര ചെയ്ത് സ്റ്റാലിന്റെ കൂടെ ഇലക്ഷന് മത്സരിക്കുക, ജയിച്ചു കഴിഞ്ഞ പാട് നേരെ എതിർഭാഗത്തേക്ക് ആയില്ല. ഇതൊക്കെ തോന്നിവാസല്ലേ? ഇപ്പൊ ഒരു കാലത്ത് നമ്മുടെ നാട്ടില് ചന്ദ്രശേഖരൻ, വി ടി സിംഗിനുള്ള കാലത്തുള്ള നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഇല്ല. ഇപ്പൊ MA വിജയരാഘവനൊക്കെയാണ് ദേശീയ നേതാക്കന്മാർ. അപ്പൊ ഇത് ഒരു ഏകകക്ഷി ഭരണം, ഒരു ഏക മുന്നണി ഭരണം BJP നേതൃത്വത്തിൽ കുറച്ചു കാലം തുടരും. ഇപ്പൊ ഈ നമ്മളെ കർണാടകയിൽ കാണുന്നില്ലേ? കർണാടകയിൽ ഈ ഇലക്ഷന് മുമ്പായിട്ട് ദേവഗൌരിയും BJP ഒന്നിച്ചു തന്നില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്ന് കർണാടകയിൽ അവിടെ BJP വരുമായിരുന്നു. ഇപ്പം മമതയുടെ അവസ്ഥ നോക്ക്. മമതയുടെ കൂടെ ഇപ്പം 28 പേര് ഇങ്ങോട്ട് മാറാൻ തയ്യാറായാൽ മമതനെ ഇപ്പൊ 20 MP BJP കൂടെ വേണം, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഇവര് സ്ഥാനം പോകും. അതുകൊണ്ടാണ് ഇവർ കാത്ത് 8 പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാല് ആ 28 ആള് BJP പറ്റേണ്ടി ചേരും. അപ്പോ കുറച്ചു കാലത്തേക്ക് ഇനി BJPന്റെ ഒരു ഏക മുന്നണി ഭരണം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാര്യം രാഹുൽ ഗാന്ധി അടിയന്തരമായിട്ടും കേരളത്തിൽ ഇപ്പൊ UDF വന്നത് പിണറായി വിജയനോട് ഒറ്റ വെറുപ്പുകൊണ്ടാണ്. അല്ല, ഒരു കാരണവശാലും UDFനോട് അനുകൂലമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടല്ല പിണറായി വിജയനോടും ഇവരെ പാർട്ടി നയത്തോടുള്ള എതിർപ്പ്, ഒരു ഹിന്ദുത്വ പ്രീണനം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു വോട്ട് ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് തകരിപ്പണമായി കഴിഞ്ഞു. കോൺഗ്രസ് ഇനി ദേശീയ തലത്തിൽ രക്ഷയില്ല. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മാറിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശശി തരൂർ പ്രസിഡന്റ് ആക്കുക, എന്നാൽ കുറെ മാറ്റം ഉണ്ടാവും. ഇയാൾക്ക് ഒരു കഴിവില്ല, കഴിവ് കെട്ട നേതാവാണ് കിരൺ ബാബു. വല്ലാതെ പറയാൻ ശ്രീ ദാസൻ, നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, തകർന്നു നിന്ന ഒരു പാർട്ടിയെ മടക്കിക്കൊണ്ടിരുന്ന ആൾ. കഴിവുകെട്ട നേതാവാണെന്ന് പറയാൻ കഴിയില്ല. അയാൾക്ക് ചില കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇപ്പുറത്ത് വലിയ ശക്തിയായി മോദിയും അമിത്ഷായും ഒക്കെ നിൽക്കുന്ന BJPയുടെ വലിയ സെറ്റപ്പിനോട് പൊരുതി നിന്ന് ഒരാൾ മടക്കി കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെ തീരെ മോശക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. എവിടെയൊക്കെ മോദിയെ പറ്റി നമ്മൾ ഒരിക്കൽ വിമർശിച്ച് ഉടനെ അപ്പാടെ കെട്ടിപ്പിടിച്ച് പോകും. അയാൾക്ക് ഒരു പക്വതയില്ല നേതാവാണ്, ഒരു പക്വതയില്ല. അത് എങ്ങനെയാണ് ശ്രീദാസൻ? പക്വതയില്ലാത്ത തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചില്ല എന്ന് പറയാം. പക്ഷെ പക്വതയില്ലാത്ത ഒരു നിലപാടുകൾ ഒരിക്കൽ പോലും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ്. അല്ലാതെ അങ്ങനെ പക്വതയില്ലാത്തൊരു, അല്ലെങ്കിൽ ഏതെങ്കിലും ആലോചിക്കാതെ ഒരു കാര്യം പറയുന്ന ഒരാളല്ല. പക്ഷെ രാഷ്ട്രീയ തന്ത്രത്തിൽ രാഹുൽ ഗാന്ധി ചിലപ്പോൾ പിന്നാക്കമായിരിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി പക്വതയില്ലാതെ ഏതെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അത് ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഒരു തവണ മോദിക്കെതിരായിട്ട് പാർലമെന്റിൽ പുള്ളി ഭയങ്കരമായി പ്രസംഗിച്ചു. ഉടനെ പുള്ളി ചെയ്തെന്നാണ് പോയി കെട്ടിപ്പിടിച്ച് ആകെ മെഴുകിട്ട് നമ്മളെ കാണുന്നൊക്കെ നാണക്കളായി പോയില്ലേ. ഒരാളെ കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ ഒരു തെറ്റായ കാര്യമാണോ? അതൊരു മറ്റു സന്ദേശമല്ല നൽകുന്നത്. അല്ല, പ്രഗത്ഭനാണെങ്കിൽ പ്രഗത്ഭൻ തന്നെ ആയിക്കോട്ടെ. ഇനി അടുത്ത പ്രധാനമന്ത്രി ആട്ടെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആ പ്രിയങ്ക ഗാന്ധി വരട്ടെ, മാറ്റം ഉണ്ടാവും. വ്യക്തമാണ്. തോമസ് ആണ് മാരാരിക്കുളത്ത് നിന്ന്. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇപ്പോൾ ഇടതുപക്ഷത്തിന് എതിർപ്പുണ്ട്, പക്ഷെ അവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DMK യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. JMM പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ? ദുർബലമാവുകയാണോ ഈ ഇന്ത്യ സഖ്യം? സാറേ, അത് അല്ലെങ്കിലും ദുർബലം തന്നെയായിരുന്നു സാറേ. അങ്ങനെ പറയാൻ കഴിയുമോ? കഴിഞ്ഞ തവണ 235 സീറ്റ് നേടി BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തെ ഇല്ലാതെയാക്കിയ ഒരു സഖ്യമാണ്. അല്ല, അത് സാറേ, അത് കോൺഗ്രസ് രാജ്യത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. ഈ കോൺഗ്രസിൽ നിന്ന് പിളർന്നു പോയിട്ടല്ലേ മമതാ ബാനർജി ഉണ്ടാക്കിയത്. അത് തന്നെയല്ലേ ആം ആദ്മി പാർട്ടി. ഇവരെല്ലാവരും ഇങ്ങനെ ഓരോരോ സംഗതി ഉണ്ടായിക്കൊണ്ട് വരും. എന്നിട്ട് എല്ലാവർക്കും മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതിന്റെ ഒരു ദോഷങ്ങൾ ഇപ്പൊ തന്നെ DMK നിന്ന് മാറിയെന്ന് പറഞ്ഞു. DMKയിൽ നിന്ന് 59 വർഷം കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഇവര് സഖ്യം ഉണ്ടായത് കൊടുത്തില്ലായല്ലോ. ഇപ്പൊ ഒരു മന്ത്രിയെങ്കിലും കൊടുത്തില്ലേ, 1 2. അപ്പൊ അത് ഒരു താൽക്കാലികമായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ രാഹുൽ ഗാന്ധിയെ പറ്റി എല്ലാവരും വിമർശിക്കുന്നുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ ആളൊന്നുമല്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അച്ഛനെ നമ്മളെല്ലാവരും വെടിവെച്ച് വന്നതാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മേനെ നമ്മൾ വെടിവെച്ച് വന്നതാണ്. ആ ഒരു മഹത്വം കൂടി നമ്മൾ കാണിക്കേണ്ട സാറേ. അദ്ദേഹത്തോട് ചെറിയ സ്നേഹം അത് എല്ലാവർക്കും സാർ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എനിക്കതേ പറയാനുള്ളൂ. ഇത്രയും ഒക്കെ ചെയ്തിട്ട് അവര് നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുന്നത്. അവരുടെ സ്വത്ത് കൊണ്ടാണ് കഴിയുന്നത്, നമ്മുടെ ഒന്നും അല്ല കഴിയുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്.
പിന്നെ ഇവരെ ഇങ്ങനെ തേച്ച് മാറ്റി, ഇങ്ങനെ ദുർബലമാക്കി, ഇങ്ങനെ ഒരു മോശമായിട്ട് അവതരിപ്പിക്കുന്നതോട് സങ്കടം തോന്നുന്നുണ്ട്. അത്രേ പറയുന്നുള്ളൂ. ശരി, സാർ കേൾക്കാമല്ലേ? ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഒക്കെ ആയിരിക്കും ശ്രീ തോമസ് ഉണ്ടായിരിക്കുക. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം BJP-യെ NDA സഖ്യത്തെ വിറപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സഖ്യം അങ്ങനെ ആ ശക്തി ഇപ്പോൾ അതിനുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.